ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പയറിൻ്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വേൾഡ് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ക്ലാസ്സിലാണുള്ളത്. ഇന്ന് 6ാം ക്ലാസ്സിലെ 5ാമത്തെ പാഠഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ ബേസിക്കായിട്ട് ജോഗ്രഫിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ പോയിന്റുകൾ നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക. ഭൂമിയും കഥയും കാര്യവും. അപ്പോൾ ഭൂമിയെക്കുറിച്ചുള്ള പൂർവ്വകാല സങ്കല്പങ്ങളും പിന്നീട് ശാസ്ത്ര കണ്ടെത്തലുകളിലേക്ക് വന്ന ആ ഒരു വഴികളുമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സോ സ്റ്റാർട്ട് ചെയ്യാം. BC 2ാം നൂറ്റാണ്ടിലെ ഒരു പുരാതന പട്ടണം. ജനങ്ങളെല്ലാവരും ആഹ്ലാദ തിമിർപ്പിലാണ്. കാരണം തങ്ങളുടെ രാജകുമാരൻ അയൽ രാജ്യത്തെ അതീവ സുന്ദരിയായ രാജകുമാരിയെ വിവാഹം ചെയ്ത് രാജ്യത്തേക്ക് എഴുന്നള്ളുന്ന ദിവസമാണ്. അവരെ വരവേൽക്കാൻ രാജവീതിയുടെ ഇരുവശങ്ങളിലായി ജനങ്ങൾ തിങ്ങി നിറങ്ങിയിരുന്നു. രാജകുമാരിയെ കാണുന്നതിനേക്കാൾ കൗതുകത്തോടെ അവർ വീക്ഷിച്ചത് വിവാഹ സമ്മാനമായിരുന്നു. കുതിരയുടെ ഉടലും മനുഷ്യൻ്റെ തലയുമുള്ള കൂറ്റൻ സ്വർണ്ണ പ്രതിമയായിരുന്നു. ആഘോഷ ദിനങ്ങൾ അധികനാൾ നിലനിന്നില്ല. ആ പട്ടണം അതിരൂക്ഷമായ ഒരു വരൾച്ചയിൽ പെട്ടു. വരൾച്ചയുടെ കാരണവും പ്രതിവിധിയും അറിയുന്നതിനായി രാജാവ് രാജ്യത്തുള്ള ജ്യോതിഷ പണ്ഡിതന്മാരെ വിളിച്ചു ചേർത്തു. രാജകുമാരന് വിവാഹ സമ്മാനമായി ലഭിച്ച സ്വർണ്ണ പ്രതിമ രാജ്യത്ത് കൊണ്ടുവന്ന ദുർഭാഗ്യമാണ് വരൾച്ചയ്ക്കുള്ള കാരണമായി അവർ കണ്ടെത്തിയത്. പ്രതിവിധിയായി അവർ നിർദ്ദേശിച്ചു, സ്വർണ്ണ പ്രതിമയെ ഭൂമിയുടെ അറ്റത്ത് കൊണ്ടുപോയി താഴേക്ക് ഉപേക്ഷിക്കുക. സോ ഈ താഴത്തെ സെൻറ്റൻസ് ശ്രദ്ധിക്കുക. അവർ പറഞ്ഞിട്ടില്ലേ, ഭൂമിയുടെ അറ്റത്ത് കൊണ്ടുപോയി താഴേക്ക് ഉപേക്ഷിക്കുക. അപ്പോൾ ഭൂമിക്ക് ഒരു അറ്റമുണ്ട് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് അല്ലേ. അപ്പോൾ ഇതൊരു കഥയാണ് അല്ലേ. ഇവിടെ നിങ്ങൾ ഈ കഥ വായിച്ചല്ലോ. സ്വർണ്ണ പ്രതിമയെ ഭൂമിയുടെ അറ്റത്ത് നിന്ന് താഴേക്ക് വലിച്ചെറിയാൻ അവർക്ക് കഴിയില്ല അല്ലേ. വളരെ കാലം ആളുകൾ വിശ്വസിച്ചിരുന്നത് ഭൂമി പരന്നതാണെന്നത്രേ. ഭൂമിയുടെ ആകൃതിയെക്കുറിച്ചുള്ള ധാരണകൾ പുരാതന കാലം മുതൽക്കേ ജനങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരുന്നു. ഭൂമിയുടെ ആകൃതിയെക്കുറിച്ച് പ്രചരിച്ചിട്ടുള്ള കഥകൾ പലപ്പോഴും ഭാവനാപൂർണവും രസകരവുമാണ്. അപ്പോൾ ഒരു രസകരമായിട്ടുള്ള ഒരു കഥ പറഞ്ഞുകൊണ്ട് പണ്ട് കാലത്ത് ഭൂമിക്ക് ഒരു അറ്റമുണ്ട്, ഭൂമി പരന്നതായിരുന്നു എന്ന വിശ്വാസമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. സോ ഇനി നമുക്കതിൻ്റെ ഡീറ്റെയിലേക്ക് ഇറങ്ങാം. ഭൂമിയുടെ ആകൃതി, വിശ്വാസങ്ങളിൽ നിന്ന് വസ്തുതകളിലേക്ക്. BC 7ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് തത്വചിന്തകനായിരുന്ന തെയിൽസ്, ഇതാണ് അദ്ദേഹത്തിൻ്റെ ചിത്രം, തെയിൽസ്. ഇദ്ദേഹമാണ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത്. അപ്പോൾ തെയിൽസ് ആയിരുന്നു ഭൂമി ഗോളാകൃതിയാണെന്ന് ആദ്യമായിട്ട് പറഞ്ഞത്. എന്നാൽ ഈ ഗോളം ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും ശരിയായിട്ടുള്ളൊരു വിശ്വാസമല്ല. ഒരു വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന, ജലത്തിൻ്റെ മേൽ ഉയർന്നു നിൽക്കുന്ന ഒരു ഗോളമായിട്ടാണ് അദ്ദേഹം ഭൂമിയെ കണ്ടിരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെയായിരുന്നു പ്രചരിപ്പിച്ചിരുന്നത്. ദെൻ ഗ്രീക്ക് തത്വചിന്തകനായ പൈതഗോറസ്, അരിസ്റ്റോട്ടിൽ, ഈ കാണുന്ന 2 ചിത്രങ്ങൾ അവരുടേതാണ്. അവരും ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ചു. ആ കാലഘട്ടത്തിൽ ഈ ആശയത്തോട് വളരെയധികം വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. പിന്നീട് കോപ്പർനിക്കസ് ഈ ആശയത്തെ ശക്തമായി പിന്താങ്ങി. അപ്പോൾ നമ്മൾ പഠിച്ച പേരുകൾ, തെയിൽസ്, അദ്ദേഹം പക്ഷേ വിശ്വസിച്ചത് ഭൂമി ജലത്തിൻ്റെ മുകളിലുള്ള ഒരു ഗോളം എന്ന രീതിയിലാണ്. ദെൻ പൈതഗോറസ്, അരിസ്റ്റോട്ടിൽ, ഇവരെല്ലാം ഭൂമി ഗോളാകൃതിയാണെന്ന് വാദിച്ചു. അവരെ വളരെ ശക്തമായിട്ട് പിന്തുണച്ചത് കോപ്പർനിക്കസ് ആണ്. ഇനി ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞനായ ആര്യഭടൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും ഉറച്ചു വിശ്വസിച്ചിരുന്നു. അപ്പോൾ ഒരു ഇന്ത്യക്കാരൻ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കുറച്ചുകൂടി ഇന്നത്തെ സങ്കല്പങ്ങളോട് അടുക്കുന്നതാണ് അല്ലേ. ഭൂമി ഗോളാകൃതിയാണ്, സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നു. വർഷങ്ങൾക്കു ശേഷം മാഗല്ലൻ എന്ന നാവികൻ, അദ്ദേഹം ലോകത്തെ മുഴുവനും കപ്പൽ യാത്രയിലൂടെ ചുറ്റി സഞ്ചരിച്ചു. അപ്പം അതിൽ നിന്നും ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തു അതേ സ്ഥലത്ത് തന്നെ എത്തുമ്പോൾ അതിൻ്റെ അർത്ഥം ഭൂമി ഉരുണ്ടതാണെന്നാണല്ലോ. അങ്ങനെ കപ്പൽ യാത്രയിലൂടെ കണ്ടെത്തിയത് മാഗല്ലനാണ്. സർ ഐസക് ന്യൂട്ടൻ ഭൂമിക്ക് കൃത്യമായ ഗോളത്തിൻ്റെ ആകൃതി അല്ലെന്ന് കണ്ടെത്തി. ധ്രുവപ്രദേശങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണെന്ന് അദ്ദേഹം സ്ഥാപിച്ചു. അപ്പോൾ നമ്മുടെ ഐസക് ന്യൂട്ടനാണ് നിലവിലുള്ള രീതിയിലുള്ള ആകൃതിയെക്കുറിച്ച്, ഓവൽ ഷേപ്പാണല്ലേ, ധ്രുവപ്രദേശങ്ങൾ അല്പം പരന്നതും
മധ്യഭാഗം ചെറുതായി വീർത്തതുമായിട്ടുള്ള ഗോളാകൃതിയാണെന്ന് പറയുന്നത് സർ ഐസക് ന്യൂട്ടനാണ്. ധ്രുവങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയെ ജിയോയിഡ് എന്ന് വിളിക്കുന്നു കേട്ടോ. അത് നമ്മൾ കറക്റ്റ് പറയുന്ന പേര് ജിയോയിഡാണ്. അപ്പോൾ ഭൂമി ജിയോയിഡ് ഷേപ്പാണ്. ജിയോയിഡ് എന്ന പദത്തിൻ്റെ അർത്ഥം ഭൂമിയുടെ ആകൃതി എന്നാണ്. എർത്ത് ഷേപ്പ് എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം തന്നെ വരുന്നത്. അപ്പോൾ ഭൂമിയുടെ ആകൃതി ജിയോയിഡ്. അപ്പോൾ ഇന്ന് നമുക്ക് ബഹിരാകാശ ചിത്രങ്ങൾ എടുക്കാൻ കഴിയുന്നത് കൊണ്ട് ഭൂമിയുടെ ആകൃതിയെക്കുറിച്ച് നമുക്ക് ഒരുപാട് ചർച്ച ചെയ്ത് വിമർശനങ്ങൾക്ക് വിധേയമാക്കേണ്ട ആവശ്യം വരുന്നില്ല. അമ്പമ്പോ എത്ര വലുതാണ് ഈ ഭൂമി. അപ്പോൾ ഈ ഭൂമിയുടെ വലിപ്പത്തെക്കുറിച്ച് പറയാണ്. സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് എത്ര ദൂരമുണ്ട്, ഇത്രയും ദൂരം നടന്നു പോകുന്നെങ്കിൽ സ്കൂളിൽ എത്തിച്ചേരാൻ എത്ര സമയം വേണ്ടി വരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ദൂരത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. കാനഡക്കാരനായ ജീൻ ബലീവോ എന്ന സാഹസിക സഞ്ചാരിക്ക് കാൽനടയായും കപ്പൽ യാത്ര ചെയ്തും ഭൂമിയെ വലം വയ്ക്കാൻ എത്ര വർഷം വേണ്ടി വന്നെന്നറിയും. അപ്പോൾ ജീൻ ബലീവോ എന്ന് പറയുന്ന ഒരു യാത്രക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം നടന്നും കപ്പലിൽ യാത്ര ചെയ്തും ഭൂമി മുഴുവനും സഞ്ചരിച്ചു. മുഴുവൻ എന്ന് പറഞ്ഞാൽ ഭൂമിയെ വലം വെച്ചു. അതിന് അദ്ദേഹത്തിന് വേണ്ടി വന്നത് 11 വർഷങ്ങളാണ്. 11 വർഷങ്ങൾ. ഇതിൽ നിന്നും ഭൂമി എത്ര വലുതാണെന്ന് ഊഹിക്കാമല്ലോ. നാം വസിക്കുന്ന ഈ ഗോളത്തിൻ്റെ ചുറ്റളവാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏകദേശം 40,000 കിലോമീറ്ററാണ്. 40,000 കിലോമീറ്ററാണ്. സോ ഏകദേശ കണക്കാണ്, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഭൂമിയുടെ ചുറ്റളവ് ഏകദേശം 40,000 കിലോമീറ്ററാണ്. ദെൻ ജീൻ ബലീവോ 11 വർഷങ്ങൾ കൊണ്ടാണ് ഭൂമി ചുറ്റി സഞ്ചരിച്ചത്. ഇനി ഭൂമിയിൽ ഞാൻ എവിടെയാണ്? ഇത്രയും വലിയ ഭൂമിയിൽ നിങ്ങൾ എവിടെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഏഷ്യ വൻകരയിൽ, ഇന്ത്യയിൽ, കേരളത്തിൽ എന്നിങ്ങനെയൊക്കെ നാം ഈ ചോദ്യത്തിന് ഉത്തരം നൽകാം. ഭൂമിയിൽ ഓരോ വസ്തുവിനും പ്രദേശത്തിനും കൃത്യമായിട്ടുള്ള സ്ഥാനങ്ങളുണ്ട്. സ്ഥാനനിർണയം നടത്തുന്നതാകട്ടെ ചില അളവുകളുടെ അടിസ്ഥാനത്തിലുമാണ്. ഒരു വസ്തുവിൻ്റെയോ പ്രദേശത്തിൻ്റെയോ സ്ഥാനം നിർണ്ണയിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഭൂമിയിൽ നിശ്ചിത സ്ഥാനങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കൃത്യമായിട്ട് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയും. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ അവിടേക്ക് പോകുന്നതിന് മുമ്പ് ഭൂമിയുടെ വലിപ്പം കണ്ടെത്താൻ ആദ്യമായിട്ട് ശ്രമിച്ചത് ആരെന്ന് നമുക്ക് നോക്കാം. BC 3-ാം നൂറ്റാണ്ടിൽ ഗ്രീക്ക് തത്വചിന്തകനായ ഇറാസ്തോസ്തനീസ് ആണ് സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിൻ്റെ കോണളവിനെ മാത്രം ആശ്രയിച്ച് ഭൂമിയുടെ ചുറ്റളവ് അദ്ദേഹം കണ്ടെത്തിയത്. അപ്പോൾ ഭൂമിയുടെ ചുറ്റളവായിട്ട് അദ്ദേഹം പറയുന്നത് ഏകദേശം 25 ലക്ഷം അല്ലേ, അല്ലെങ്കിൽ 2.5 ലക്ഷം സ്റ്റേഡിയ, അതായത് ഗ്രീസിൽ അക്കാലത്തിൽ ഉപയോഗിച്ചിരുന്ന ചുറ്റളവാണത് എന്ന് കണ്ടെത്തി. ഭൂമിയുടെ യഥാർത്ഥ ചുറ്റളവിനോട് ഏകദേശം അടുത്തു നിൽക്കുന്ന ഈ കണക്ക് അദ്ദേഹം കണ്ടെത്തിയത് ഇന്നത്തെ പോലെ സംവിധാനങ്ങൾ ഒന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിലാണെന്ന് ഓർക്കണം. അപ്പോൾ ഇന്നത്തെ പല പഠനങ്ങളും നമ്മൾ വളരെ ശാസ്ത്രീയമായി വളരെ ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ ചെയ്ത പല കണക്കുകളും പണ്ടത്തെ ചിന്തകരും ശാസ്ത്രജ്ഞരും കേവലം കണക്ക് കൂട്ടലുകളുടെയും മറ്റും അടിസ്ഥാനത്തിൽ അനുമാനിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഏകദേശം കണക്കുകളോട് അടുത്ത് നിൽക്കുന്നുമുണ്ട്. അപ്പോൾ തത്വചിന്തകർ എല്ലാ മേഖലയിലും സംഭാവനകൾ നൽകിയ ആളാണ്. സോ നമ്മൾ ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണെന്ന് പറയാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് കുട്ടികൾക്ക് ചെറിയൊരു ഗെയിമിലൂടെ ഇതെങ്ങനെ കണ്ടെത്താം എന്ന് പറയാം. അപ്പം അതിന് ഞാനിത് ഫുള്ള് വായിക്കുന്നില്ല. ഇവിടെ 2 കുട്ടികളിരിക്കുന്നു. ഇവിടെ ഒരു ബട്ടൺ വെച്ചിരിക്കുകയാണ് അല്ലേ, ഒരു ബട്ടൺസ് വെക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബോൾ വെച്ചിരിക്കുകയാണ്. ഈ ബോൾ എവിടെയാണ് ഇരിക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ 1 2 3 4 എന്ന് കോളത്തിന് പേര് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ABCD എന്നും പേര് കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങോട്ട് നോക്കുമ്പോൾ B, ഇവിടെ നോക്കുമ്പോൾ 3. അപ്പോൾ 3B ആണ് ആ കോളത്തിൻ്റെ സ്ഥാനം, അല്ലെങ്കിൽ B3 ആണ് ആ ഒരു കോളത്തിൻ്റെ സ്ഥാനം നമുക്ക് പറയാൻ കഴിയും അല്ലേ. മനസ്സിലായല്ലോ? ഇത് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാകുന്ന ഒരു സാധനമാണ്. നമ്മൾ എക്സൽ ഷീറ്റിലൊക്കെ നമ്മൾ കോളത്തിൻ്റെ പേര് പറയില്ലേ, അതേപോലെ ഗോളാകൃതിയിലുള്ളതും അതിവിശാലവുമായ ഈ ഭൂമിയിൽ നാം എങ്ങനെ ഒരു പ്രദേശത്തിൻ്റെയോ വസ്തുവിൻ്റെയോ സ്ഥാനം കണ്ടെത്തും? കളങ്ങൾ വരച്ചിട്ടാണോ? അപ്പോൾ ആ ഒരു പേപ്പർ ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ഗോളമാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണോ? അതുപോലെ ഇങ്ങനെ കളം വരച്ച് കണ്ടെത്താൻ കഴിയുമോ? നമുക്ക് നൽകിയിട്ടുള്ള പന്തിൻ്റെ ചിത്രം
നോക്കൂ, ഇവിടെ നമുക്ക് പന്തിൽ ഒട്ടിച്ചിരിക്കുന്ന ചിത്രത്തിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് എങ്ങനെ പറയും? ഇത് മുകളിലാണോ, താഴെയാണോ, മധ്യഭാഗത്താണോ, അരികിലാണോ നമുക്ക് പറയാൻ കഴിയുമോ? അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. ഇത് ഗോളാകൃതിയല്ലേ. മുകളിൽ എന്ന് പറഞ്ഞാൽ ബോൾ ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ഇത് മുകളിലാവും, കുറച്ചങ്ങോട്ട് തിരിക്കുമ്പോൾ ഇത് കുറച്ച് മധ്യഭാഗത്താകും, പിന്നെ താഴ്ഭാഗത്താകും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടും കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ആ ഒരു പന്തിൻ്റെ നെടുകയും കുറുകയുമായിട്ട് വരകൾ വരയ്ക്കണം. ഇങ്ങനെ വരകൾ വരയ്ക്കണം. ഇതൊക്കെ സാങ്കല്പിക വരകളാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്ഥാനം നിർണ്ണയിക്കാൻ കഴിയും. കണ്ടില്ലേ, അവിടെ ചിത്രം കൃത്യമായിട്ടും വരകൾ വരച്ചിട്ട് ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇങ്ങനെ കുത്തനെയും അതേപോലെ ഇങ്ങനെ തിരശ്ചീനമായിട്ടും ലംബമായിട്ടും വരകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭൂമിയിലെ ആ വരകൾ ഭൂമിയുടെ സ്ഥാനം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. ഈ ഗ്ലോബിൽ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ലാറ്റിറ്റ്യൂഡ് ലോങ്ങിറ്റ്യൂഡൊക്കെ അറിയാം, അക്ഷാംശം രേഖാംശം നിങ്ങൾക്കറിയും. അതിലേക്ക് നമ്മൾ വരാൻ പോവാണ്. ഭൂമിയിൽ ഏതൊരു പ്രദേശത്തിൻ്റെയും സ്ഥാനം ഇത്തരം വരകളുടെ അടിസ്ഥാനത്തിൽ നിർണ്ണയിക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ വരകളൊന്നും കൃത്യമായ കോണീയ അളവുകളുടെ അടിസ്ഥാനത്തിലാണ് ഗോളോപരിതലത്തിൽ വരച്ചിട്ടുള്ളത്. അപ്പോൾ കൃത്യമായ കോണീയ അളവുകളുടെ കൃത്യമായിട്ടുള്ള ആംഗിൾ അനുസരിച്ചാണ് എന്ത് ചെയ്തിട്ടുള്ളത്, വരച്ചിട്ടുള്ളത്. എങ്ങനെയെങ്കിലും റഫായിട്ട് വരച്ചതല്ല, കൃത്യമായിട്ട് ഒരു വര എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചുറ്റി ഇങ്ങനെ വരുന്നുണ്ട്. ഓരോ വരകളും കൃത്യമായിട്ടുള്ള ആംഗിൾ അനുസരിച്ചാണ് വരച്ചിരിക്കുന്നത്. സോ ഒരു വൃത്തത്തിൻ്റെ കോണളവ് 360 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു ഗ്ലോബിൽ നെടുകയും കുറുകയും വരകൾ വരച്ചിരിക്കുന്നത് കണ്ടില്ലേ. നെടുകെ കാണുന്ന വരകളെ അക്ഷാംശ രേഖകളെന്നും, ശ്രദ്ധിക്കുക, നെടുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ സെൻട്രലായിട്ട് ഇങ്ങനെ വരയ്ക്കുന്നതാണ്. ഇതിനെ ഈ രീതിയിൽ വരയ്ക്കുന്നത് കണ്ടില്ലേ, ഇങ്ങനെ വരയ്ക്കുന്നതിനാണ് നെടുകെ വരയ്ക്കുക. ഇതിനെ നമ്മൾ അക്ഷാംശമെന്നും. ദെൻ കുറുകെ വരയ്ക്കുക. കുറുകെ എന്ന് പറയുമ്പോൾ മുകളിൽ നിന്നും താഴോട്ട് അല്ലെങ്കിൽ താഴെ നിന്ന് മുകളിലോട്ട് ഇങ്ങനെ കുറുകെ വരയ്ക്കുന്നതിന് രേഖാംശം. അപ്പോൾ ഇങ്ങനെ മധ്യഭാഗത്തു നിന്ന് ഒരു വശത്തു നിന്ന് മറ്റൊരു വശത്തേക്ക് വരയ്ക്കുന്നത് അക്ഷാംശവും മുകളിൽ നിന്ന് താഴേക്ക് വരയ്ക്കുന്നത് രേഖാംശമാണ്. ഇതൊരു സൈഡല്ല, ഇതിങ്ങനെ ഗോളമാണല്ലോ, ഇതിങ്ങനെ ചുറ്റുഭാഗത്തും ഉണ്ട്, 360 ഡിഗ്രി ഉണ്ടോ. സോ എന്താണ് അക്ഷാംശം, എന്താണ് രേഖാംശം എന്ന് മനസ്സിലാക്കുക. അക്ഷാംശം നെടുകെയുള്ളതും രേഖാംശം കുറുകെ ഉള്ളതുമാണ്. കുറുകെ ഉള്ളതുമാണ്. അപ്പോൾ കുറുകെ, രണ്ടാമത് കുറു, അത് രേഖാംശം അല്ലെ, രേഖാംശം, കുറുകെ, മറ്റത് അക്ഷാംശം. സോ എന്താണ് അക്ഷാംശ രേഖകൾ? ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഭൗമോപരിതലത്തിലെ ഓരോ ബിന്ദുവിലേക്കുമുള്ള കോണീയ അകലത്തെയാണ് അക്ഷാംശം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു കോണീയ അളവുകളെ തമ്മിൽ യോജിപ്പിച്ചാൽ അക്ഷാംശ രേഖകൾ ഉണ്ടാക്കാം. അപ്പോൾ ഭൂമിയുടെ കേന്ദ്രം, അപ്പോൾ സെൻറ്ററിൽ നിന്നും, ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്നും ഭൗമോപരിതലത്തിലെ ഓരോ ബിന്ദുവിലേക്കുമുള്ള, അപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിലേക്കുള്ള ഓരോ ബിന്ദുവിലേക്കുമുള്ള കോണീയ അകലത്തെയാണ് അക്ഷാംശരേഖം എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിയുടെ സെൻട്രലിൽ നിന്ന് ഇങ്ങനെ പോകുന്ന ഇതെല്ലാം അക്ഷാംശമാണ്. അപ്പോൾ പഠിച്ചു വെക്കുക, ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്നും ഭൗമോപരിതലത്തിലെ ഓരോ ബിന്ദുവിലേക്കുമുള്ള കോണീയ അകലത്തെയാണ് അക്ഷാംശം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്നതെല്ലാം അക്ഷാംശമാണ്. ഇത് അക്ഷാംശമാണ്. ഇങ്ങനെ അക്ഷാംശ രേഖകൾ കാണാം. ദെൻ അതിനിടയിൽ നമുക്ക് അച്ചുതണ്ട്, ഉത്തരധ്രുവം, ദെൻ ദക്ഷിണ ധ്രുവം എന്താണെന്ന് നോക്കാം. ഒരു പന്തിൻ്റെ മധ്യഭാഗത്ത് കൂടി ഒരു ദണ്ട് കടത്തി പന്തിനെ ഒന്ന് കറക്കി നോക്കൂ. കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ഒരു ദണ്ട് അല്ലെങ്കിൽ ഒരു കമ്പെടുത്ത് അങ്ങനെ ഒരു പന്ത് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്ന് കറക്കൂ. ഈ തണ്ടാണ് പന്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അച്ചുതണ്ട്. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു കമ്പ് അച്ചുതണ്ടാണ്. ഇതുപോലെ ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് കൂടി കടന്നു പോകുന്ന ഒരു ദണ്ട് ഉണ്ടെന്ന് സങ്കല്പിക്കൂ. ഈ സാങ്കല്പിക ദണ്ടാണ് ഭൂമിയുടെ അച്ചുതണ്ട്. ഈ അച്ചുതണ്ടിനെ അടിസ്ഥാനമാക്കിയാണ് ഭൂമി സ്വയം കറങ്ങുന്നത്. അപ്പോൾ അതൊരു സാങ്കല്പികമായിട്ടുള്ള ഒരു ദണ്ടാണ്. ഇനി അക്ഷാംശ രേഖകൾ വരയ്ക്കാം. അക്ഷാംശ രേഖകൾ എന്താണെന്ന് നമ്മൾ പറയും അല്ലേ, ഭൂമിയുടെ മധ്യഭാഗത്ത് നിന്ന് നിശ്ചിത അകലത്തിൽ അല്ലെങ്കിൽ ഓരോ ബിന്ദുവിൻ്റെയും അകലത്തെ സൂചിപ്പിക്കുന്ന രീതിയിൽ വരയ്ക്കുന്നതാണ് അക്ഷാംശ രേഖ എന്ന് പറയുന്നത്, അഥവാ നെടുകെ വരയ്ക്കുന്നതാണ്. ഉള്ളുപൊള്ളയല്ലാത്ത ഒരു പന്തിനെ നെടുകെ ഛേദിക്കും. അപ്പോൾ ഉള്ളുപൊള്ളയല്ലാത്ത, ഇപ്പോൾ ഒരു തണ്ണിമത്തൻ ഇങ്ങനെ നമ്മൾ സെൻറ്ററിൽ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യുന്നു. ഒരു പകുതിയിൽ ലഭ്യമാകുന്ന വൃത്തത്തിൽ നമുക്കൊരു കോൺ മാപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് ചിത്രത്തിൽ കാണുന്നത് പോലെ കോൺ അളവുകൾ രേഖപ്പെടുത്താൻ കഴിയും. അപ്പോൾ നമ്മളിവിടെ ഒരു പ്രൊട്രാക്ടർ വെച്ചതുകൊണ്ട്
നമ്മളിങ്ങനെ കോൺ വരയ്ക്കുകയാണ്. ഇതാണ് ഓരോ കോണുകളും, നിശ്ചിത അകലത്തിലുള്ള കോണുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 0 മുതൽ 15, 30, അപ്പോൾ 15 ഡിഗ്രി വ്യത്യാസത്തിൽ നമ്മൾ ഓരോ ആംഗിളും ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇങ്ങനെ വരച്ച് 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 ഇവിടെ വരുമ്പോൾ 0, ദെൻ ഇങ്ങനെ 0, 15, 30, 45, 60, 75, 90 ഇങ്ങനെ ചുറ്റി വരികയാണ്. ഇങ്ങനെ ചുറ്റി വരികയാണ്. ഇവിടെ 90 കഴിഞ്ഞാൽ പിന്നെ വീണ്ടും താഴോട്ട് വരും. 90, 75, 60, 45, 30 ഇങ്ങനെ ചുറ്റും നമുക്ക് ആ അളവുകൾ രേഖപ്പെടുത്താൻ കഴിയും. ഇനി 0 മുതൽ 90 വരെ കോൺ അളവുകൾ രേഖപ്പെടുത്തിയതിനു ശേഷം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ പന്തിൻ്റെ ഉപരിതലത്തിലൂടെ നിര തെറ്റാതെ പൊട്ടുകൾ ഒട്ടിച്ച് ഓരോ തുല്യ കോണുകളെയും തമ്മിൽ യോജിപ്പിക്കുക. അഥവാ ഇങ്ങനെ വരയ്ക്കുകയാണ്. നമ്മളിങ്ങനെ അകത്ത് വരച്ചിട്ട്, ഇപ്പോൾ തണ്ണിമത്തനെടുത്ത് അതിൻ്റെ അകത്ത് ഇങ്ങനെ വരച്ചിട്ട് അവിടെ മറ്റൊരു തണ്ണിമത്തനെടുത്ത് ഈ കറക്റ്റ് ഈ ഒരു കോണുകളിൽ വെച്ചിങ്ങനെ യോജിപ്പിക്കാൻ വേണ്ടി പറയാണ്. യോജിപ്പിക്കുക. ഇനി പൊട്ടുകൾക്ക് പകരം രേഖകൾ വരച്ചുകൊണ്ട് തുല്യ കോണുകളെ യോജിപ്പിക്കുക. ഇതേ പ്രവർത്തനം തന്നെ പന്തിൻ്റെ രണ്ടാമത്തെ പകുതിയിലും ആവർത്തിക്കുക. അതിനുശേഷം പകുതിയിൽ തമ്മിൽ ചേർത്ത് വെച്ചാൽ ചുറ്റും വൃത്തങ്ങൾ വരച്ച പന്ത് ലഭ്യമാക്കും. ഈ ഗണിത ശാസ്ത്ര തത്വം അടിസ്ഥാനമാക്കിയാണ് ഗ്ലോബിലെ അക്ഷാംശ രേഖകൾ സാങ്കല്പികമായിട്ട് വരയ്ക്കുന്നത്. അപ്പോൾ വരയ്ക്കുന്ന രീതി പറഞ്ഞേ ഉള്ളൂ. ഇപ്പോൾ ഇങ്ങനെ വരച്ചിട്ട് ഇതിൻ്റെ തുടർച്ച നമ്മൾ ഇങ്ങനെ ചുറ്റി അങ്ങ് വരയ്ക്കും. അതേപോലെ ഇവിടെയും വരകളുണ്ടാവും. അപ്പോൾ ഇത് ചേർത്ത് വെക്കുന്ന സമയത്ത് നമുക്ക് ഓരോ വൃത്തങ്ങൾ കാണാം, അല്ലേ? ഇതൊരു ചെറിയ വൃത്തം, അതിനേക്കാൾ വലിയ വൃത്തം, അങ്ങനെ ഓരോ വൃത്തങ്ങൾ നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഇങ്ങനെ വളയങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ വരയ്ക്കാൻ വേണ്ടി കുട്ടികളെ പഠിപ്പിക്കുന്നതാണ്. നമുക്ക് വരയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് അത്രയും ഡെപ്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ദെൻ ഗ്ലോബിൻ്റെ മധ്യഭാഗത്ത് നിന്നും ഇരുഭാഗങ്ങളിലേക്കും വൃത്തങ്ങൾ ചെറുതായി ചെറുതായി വരുന്നത് കണ്ടില്ലേ? ഓരോ കോണീയ അകലത്തിലുള്ള അക്ഷാംശങ്ങളെ യോജിപ്പിക്കുന്നതിനായി പൊട്ടുകൾ ഉപയോഗിച്ചപ്പോൾ വേണ്ട പൊട്ടുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നത് ശ്രദ്ധിച്ചല്ലോ. അപ്പോൾ ഗ്ലോബിൻ്റെ മധ്യഭാഗത്തായി കാണുന്ന അക്ഷാംശ രേഖയാണ് ഏറ്റവും വലിപ്പമേറിയത്. ഈ അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. ഈ രേഖയുടെ കോണീയ അളവ് 0 ഡിഗ്രി ആണ്. ഈ രേഖയ്ക്ക് 90 ഡിഗ്രി വടക്കും 90 ഡിഗ്രി തെക്കുമായി കാണുന്ന അക്ഷാംശങ്ങൾ വൃത്തങ്ങളാണോ? ഇവ യഥാക്രമം ഉത്തര ധ്രുവമെന്നും ദക്ഷിണ ധ്രുവമെന്നും അറിയപ്പെടുന്നു. മറ്റ് അക്ഷാംശ രേഖകളെല്ലാം തന്നെ വൃത്തങ്ങളാണ്. ഇവ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വരച്ചിട്ടുള്ള വൃത്തങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അഥവാ ഒരു പിക്ചർ കാണിച്ച് ഞാൻ ഒന്നുകൂടെ പറയാം. ഇവിടെ കണ്ടോ? ഇതാണ് ഏറ്റവും സെൻട്രലിൽ വരുന്നത്. ഇത് 0 ഡിഗ്രി ആംഗിളിൽ വരച്ചതാണ്. 0 ഡിഗ്രി ആംഗിളിൽ വരച്ച ഒരു വട്ടമാണ്. തന്നെ അതിൻ്റെ മുകളിൽ 15 ഡിഗ്രി, 30 ഡിഗ്രി, 45, 60, 75, 90. ഏറ്റവും മുകളിൽ വരുമ്പോൾ 90 ഉണ്ട്, അല്ലേ? 90 ഡിഗ്രി ഉണ്ട്. അവിടെയും നമുക്ക് ആ ചെറിയൊരു വട്ടം കാണാൻ കഴിയും, അല്ലേ? അപ്പോൾ ഇതെല്ലാം ആ വൃത്തങ്ങൾ തന്നെയാണ്. ഇതെല്ലാം ആ വൃത്തങ്ങൾ തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ താഴെ ഏറ്റവും സെൻട്രലായിട്ടാണ് ഏറ്റവും വലുത് കാണുന്നത്, അല്ലേ? 90 ഡിഗ്രി ആകുമ്പം ഏറ്റവും ചെറിയ വട്ടമാകുന്നു. അപ്പോൾ മുകളിലേക്ക് പോകും തോറും, ഭൂമധ്യരേഖയിൽ നിന്ന് മുകളിലേക്ക് പോകും തോറും വട്ടം ചെറുതായി ചെറുതായി വരുന്നു. കണ്ടില്ലേ? ഇതാണ് ഭൂമധ്യരേഖ. ഇവിടെയാണ് ഏറ്റവും വലിയ വൃത്തം വരുന്നത്. അതിൻ്റെ മുകളിലേക്ക് പോകുന്നതനുസരിച്ച് വൃത്തം ചെറുതായി ചെറുതായി വരികയാണ്. 90 ഡിഗ്രി ആകുമ്പോൾ ഏറ്റവും കുഞ്ഞു വൃത്തമായിട്ട് മാറുന്നു. ഇനി ഇതേപോലെ നേരെ താഴെ പോകുമ്പോഴങ്ങനെയാണ്. താഴേക്ക് പോകുന്നതനുസരിച്ച് ചെറുതായി ചെറുതായി വരുന്നു. അപ്പോൾ നമ്മൾ മുകളിലുള്ളതിന് ഉത്തര ധ്രുവം എന്നും താഴെ ഉള്ള ആ ഒരു ചെറിയ പോയിന്റിന് ദക്ഷിണ ധ്രുവം എന്നും പറയുന്നു. സോ ഇനി നമുക്ക് ആ ഒരു ഡിഗ്രി കറക്റ്റ് പറയാം. ഈ നടുക്കുള്ളത് 0 ഡിഗ്രിയാണ്. 0 ഡിഗ്രി ഇത് ഭൂമധ്യ രേഖ. ഇതാണ് ഏറ്റവും വലിയ വൃത്തം. ഇനി ഇതിൻ്റെ മുകളിലേക്കാകുമ്പോൾ, അല്ലേ? മുകളിലേക്ക് വടക്കല്ലേ? മുകളിലേക്ക് വടക്ക്, താഴേക്ക് തെക്ക്. മുകളിലേക്ക് വടക്ക്, താഴേക്ക് തെക്ക്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വരുന്ന 0യ്ക്ക് മുകളിൽ നമ്മൾ ഒരു 23.5 ഡിഗ്രിയാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് കേട്ടോ. 23.5, പിന്നീട് 66.5, 90. ഇങ്ങനെ ഒരു 3 വളയങ്ങൾ, ഭൂമധ്യരേഖയ്ക്ക് മുകളിലും താഴെയായിട്ട് 3 വളയങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഭൂമധ്യരേഖ 0 ഡിഗ്രി, അതിൻ്റെ മുകളിലുള്ളത് 23.5 ഡിഗ്രി, ദെൻ അതിൻ്റെ മുകളിൽ 66.5 ഡിഗ്രി, അതിൻ്റെ മുകളിൽ 90 ഡിഗ്രി. 90 ഡിഗ്രി. അപ്പോൾ ഈ 90 ഡിഗ്രി ഉള്ളത് ഉത്തര ധ്രുവമാണ്. അത് വടക്കാണ്, അല്ലേ?
ദെൻ 23.5 വടക്ക്, അതിനെ നമ്മൾ പറയുന്ന പേര് ഉത്തരായന രേഖ. ഈ വടക്ക് എന്നതിൻ്റെ മറ്റൊരു പേരല്ലേ ഉത്തരം, അതുകൊണ്ട് നമ്മൾ ഉത്തരായന രേഖ എന്ന് പറയുന്നു. അപ്പോൾ 23.5 മറ്റൊരു പേരാണ് ഉത്തരായന രേഖ. 23.5 വടക്ക് കേട്ടോ, 23.5 വടക്കിന് പറയുന്ന മറ്റൊരു പേര് ഉത്തരായന രേഖ. ദെൻ 66 ആകുന്ന സമയത്ത് ഇതാ ഏകദേശം ആർട്ടിക് അല്ലേ, ആ ഒരു മേഖലയിലേക്ക് വരികയാണ്. ആർട്ടിക് കടലൊക്കെ നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ ആർട്ടിക്കായിട്ട് ബന്ധപ്പെട്ട്, ആർട്ടിക് സമുദ്രമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. സോ അവിടെ നമ്മൾ പറയുന്ന പേര് ആർട്ടിക് വൃത്തം. അത് 66.5 വടക്ക് കേട്ടോ, വടക്കാണ്, അഥവാ മുകളിലാണ് ആർട്ടിക് വരുന്നത്. ദെൻ 90 വടക്ക്. ഇനി താഴേക്ക് വരുന്ന സമയത്ത്, താഴേക്ക് വരുന്നത് തെക്കാണല്ലേ, ഇത് വടക്ക്, ഇത് തെക്ക്. സോ നമുക്ക് തെക്കിന് മറ്റൊരു പേരാണ് ദക്ഷിണം. ദക്ഷിണം. അപ്പോൾ ഇവിടുത്തെ 23.5 നമ്മൾ എന്ത് പറയുന്നു, ദക്ഷിണായന രേഖ എന്ന് പറയുന്നു. ഇവിടുത്തെ 66 വടക്കാണെങ്കിൽ അത് ആർട്ടിക് അല്ലേ, ഇവിടെ വരുന്ന സമയത്ത് അന്റാർട്ടിക്കയാണ്. ഇവിടെ ആർട്ടിക്കും ഇവിടെ അന്റാർട്ടിക്കയുമാണ്. സോ ഇവിടെ നമ്മൾ പേര് പറയുന്നു 66 തെക്കിന് അന്റാർട്ടിക് വൃത്തം, അന്റാർട്ടിക് വൃത്തം. ദെൻ 90 തെക്ക്, അതിനെ നമ്മൾ ദക്ഷിണ ധ്രുവം എന്ന് പറയുന്നു. അപ്പോൾ എത്ര വളയങ്ങളായി, ഭൂമധ്യരേഖ 1, ദെൻ 23.5, 2 23.5 ഉണ്ട്, അപ്പോൾ 3, 66 രണ്ടെണ്ണം ഉണ്ട്, അപ്പോൾ 5, ദെൻ 90 രണ്ടെണ്ണം ഉണ്ട്, അപ്പോൾ 7 അല്ലേ. 7 വളയങ്ങൾ, അവയുടെ ഡിഗ്രിയും അവയുടെ പേരും, 7 അക്ഷാംശങ്ങളും അവയുടെ ഡിഗ്രിയും അവയുടെ പേരുമാണ് നമ്മളിവിടെ പറയുന്നത്. ദെൻ ഭൂമിയുടെ 2 അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന അക്ഷാംശ രേഖയെ നമ്മൾ ഭൂമധ്യരേഖ എന്ന് പറയുന്നു. ഭൂമധ്യരേഖയുടെ വടക്ക്, വടക്ക് സ്ഥിതി ചെയ്യുന്ന അർദ്ധഗോളത്തെ നമ്മൾ എന്ത് പറയുന്നു, ഭൂമധ്യരേഖയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്നത് 23.5 23.5 വടക്ക് സ്ഥിതി ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേര് ഉത്തരായന രേഖ എന്നാണ്. അത് തെക്കാവുമ്പോൾ അത് ദക്ഷിണായന രേഖ എന്ന് പറയുന്നു. ഇനി ഏറ്റവും വലിയ അക്ഷാംശ വൃത്തം എന്ന് പറയുന്നത് ഭൂമധ്യ രേഖയാണ് അല്ലെ, ഏറ്റവും വലുത് ഭൂമധ്യ രേഖയാണ്. ഉത്തരാർദ്ധഗോളത്തിലെ അക്ഷാംശ രേഖകളെ വടക്ക് അക്ഷാംശ രേഖകളെന്നും ദക്ഷിണാർദ്ധഗോളത്തിലെ ഉള്ളവയെ തെക്ക് അക്ഷാംശ രേഖകളെന്നും നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഏത് ദിശയിലാണ് എന്നതിനനുസരിച്ച് നമ്മൾ പറയുന്നു. സോ നമ്മൾ പറഞ്ഞു, നെടുകെ വരയ്ക്കുന്നത് അക്ഷാംശം, കുറുകെ വരയ്ക്കുന്നത് രേഖാംശം. രേഖാംശം വരയ്ക്കുന്ന രീതിയും ഈ പറഞ്ഞത് പോലെ തന്നെയാണ്, ഈ പറഞ്ഞത് പോലെ തന്നെയാണ്. കണ്ടില്ലേ, ഇവിടെ നമ്മൾ എങ്ങനെ ചെയ്യുന്നു, നേരത്തെ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് നമ്മൾ മുറിച്ചത്. ഇവിടെ നമ്മൾ മുറിക്കാൻ പോകുന്നത് ഇവിടെ നിന്നാണ്, വശങ്ങളിൽ നിന്നാണ് മുറിക്കാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നു. ഇവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റും വരയ്ക്കുന്നു. കണ്ടില്ലേ, ഇവിടെ നോക്കൂ, ഇവിടെ 0 നിന്ന് തുടങ്ങി 0, 15, 30, 45, അങ്ങനെ 15 വ്യത്യാസത്തിൽ ഇങ്ങനെ വരച്ച് ഇവിടെ 90 90 പിന്നെ നമ്മൾ താഴോട്ട് പോകുന്നുണ്ടോ, നേരത്തെ പോലെ താഴോട്ട് പോകുന്നില്ല. 180 വരെ നമ്മൾ കൃത്യമായിട്ടും വരയ്ക്കുന്നു അല്ലേ, 180 വരെ കൃത്യമായിട്ട് വരച്ചിട്ടാണ് നമ്മൾ താഴേക്ക് പോകുന്നത്. 150 കഴിഞ്ഞാൽ 165, 180 ഇങ്ങനെ താഴോട്ട് വരുന്നു. നേരത്തെ നമ്മൾ 90 എത്തിയപ്പോൾ താഴോട്ട് വരച്ചു അല്ലേ, ഇവിടെ നമ്മൾ 180 വരെ വരച്ചിട്ടാണ് താഴോട്ട് വരുന്നത്. അപ്പം നേരത്തെ അക്ഷാംശ രേഖകൾ വരച്ചിട്ടുള്ള പന്തിൽ ഉത്തരധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും യോജിപ്പിച്ചുകൊണ്ട് രേഖ വരയ്ക്കൂ. ഈ രേഖ ഭൂമധ്യരേഖയ്ക്ക് കുറുകെ കടന്നു പോവുകയാണല്ലോ. അപ്പോൾ പന്തിനെ നെടുകെ 2 ചിത്രത്തിൽ കാണുന്ന പോലെ മുറിക്കുക നമ്മൾ പറഞ്ഞു. എന്നിട്ട് ഭൂമധ്യരേഖയ്ക്ക് കുറുകെ വരച്ചതുപോലെ 0 കണക്കാക്കി ഈ രേഖയിൽ നിന്ന് ഇടത്തോട്ടും വലത്തോട്ടും കോൺ മാപിനിയുടെ സഹായത്താൽ കോണീയ അളവുകൾ രേഖപ്പെടുത്തുന്നു. ഓരോ കോണളവിനെയും പൊട്ടുകൾ ഒട്ടിച്ച് ധ്രുവമായി ബന്ധിപ്പിക്കുക. പൊട്ടുകൾ ഉപയോഗിച്ച് അതൊക്കെ കുട്ടികളോട് വരയ്ക്കാനുള്ള എളുപ്പത്തിന് പറയുന്നതാണ്. സോ ഇങ്ങനെ നമ്മൾ വരച്ച് കിട്ടുന്നതിനെ രേഖാംശങ്ങൾ എന്ന് പറയുന്നു, രേഖാംശ രേഖകൾ എന്ന് പറയുന്നു. 0 രേഖാംശം മാനക രേഖാംശം എന്ന് പറയുന്നു. അവിടെ നമ്മൾ ഏറ്റവും മധ്യഭാഗത്തുള്ള ആ വൃത്തത്തെ നമ്മൾ പറഞ്ഞ പേര് ഭൂമധ്യരേഖ എന്നാണെങ്കിൽ, ഇവിടെ നമ്മൾ ആ കുറുകെയുള്ള 0°C പറയുന്ന പേര് മാനക രേഖാംശം. മാനക രേഖാംശം പഠിച്ചു വെക്കുക, മാനക രേഖാംശം. അപ്പോൾ മാനക രേഖാംശത്തിന് ഇരുവശവും കിഴക്കും പടിഞ്ഞാറുമുള്ള കോണീയ അകലമാണ് രേഖാംശം. അപ്പോൾ ഇത് മാനകീയ രേഖാംശമാണ്, ഈ കാണുന്ന മാനകീയ രേഖാംശം. അപ്പോൾ ഇതിൻ്റെ ഇരുഭാഗത്തും അഥവാ കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നമ്മളൊരു നിശ്ചിത കോണീയ അളവുകൾ
അതൊരു 15 ഡിഗ്രി വ്യത്യാസത്തിൽ നമ്മളിങ്ങനെ വരച്ചു വരികയാണ് അല്ലേ. ഇങ്ങനെ വരച്ചു വരുന്ന ആ ഒരു കോണുകളെ, ആ ഒരു വൃത്തങ്ങളെ നമ്മൾ പറയുന്ന പേര്, രേഖകളെ നമ്മൾ പറയുന്ന പേര് രേഖാംശം എന്നാണ്. ഇങ്ങനെ മാനക രേഖാംശത്തിൽ നിന്നുകൊണ്ട് ഒരു കോണീയ അകലമുള്ള രേഖാംശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖ. ആ രേഖയ്ക്ക് പറയുന്ന പേര് രേഖാംശ രേഖ. ആ കോണീയ അകലം കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കുക, കോണീയ അകലത്തിനെ, ഈ ഒരു ഡിസ്റ്റൻസിനെ പറയുന്നത് രേഖാംശം. ദെൻ അവയെ ബന്ധിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സാങ്കല്പിക വര വരയ്ക്കുന്നു. ഇതിനെ പറയുന്ന പേര് രേഖാംശ രേഖ. അപ്പൊ അകലത്തിന്റെ പേര് രേഖാംശമെന്നും ആ രേഖയുടെ പേര് രേഖാംശ രേഖ. അതൊന്നും കൺഫ്യൂഷൻ ആക്കുന്ന ഒരു സംഗതിയല്ല. ഈ രേഖകളെല്ലാം ഉത്തര ധ്രുവത്തിലും ദക്ഷിണ ധ്രുവത്തിലും കൂട്ടിമുട്ടുന്നില്ലേ? കൂട്ടിമുട്ടുന്നുണ്ടോ? അതെ, കൂട്ടിമുട്ടുന്നുണ്ട്. കണ്ടില്ലേ, ഇതിങ്ങനെ പോയി ഇവിടെ നിന്ന് കറങ്ങി ഇങ്ങോട്ട് വരികയാണ്. അഥവാ ഇവിടുത്തെ 60 ഡിഗ്രിയുടെ ബാക്കിയാണ് ഇപ്പുറം ഭാഗത്ത് കാണുന്ന 60 ഡിഗ്രി. അങ്ങനെ മാനക രേഖാംശത്തിന് ഇരുവശമായി 180 ഡിഗ്രി വീതം രേഖാംശങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ 180 ആണ്. നേരത്തെ നമ്മൾ 90ന്റെ കണക്കാണ് ഇവിടെ പറഞ്ഞത്, അക്ഷാംശത്തിൽ പറഞ്ഞത്. ഇവിടെ 180 ഡിഗ്രിയാണ് മനസ്സിലാക്കുക. ഇവിടുത്തെ 180 ഡിഗ്രിയാണ് മനസ്സിലാക്കുക. സോ ഇതാണ് മാനക രേഖാംശം എന്ന് പറയുന്നത്. ഇവിടെ 30 ഡിഗ്രി കിഴക്ക്, 60 ഡിഗ്രി കിഴക്ക്, 90 ഡിഗ്രി കിഴക്ക്. ദെൻ 30 ഡിഗ്രി പടിഞ്ഞാറ്, 60 ഡിഗ്രി പടിഞ്ഞാറ്, 90 ഡിഗ്രി പടിഞ്ഞാറ്. ഇത് 180. ഓക്കെ അല്ലേ? കിഴക്ക് അർദ്ധഗോളങ്ങളിലെ രേഖാംശ രേഖകളെ കിഴക്ക് രേഖാംശം എന്നും പടിഞ്ഞാറ് ഭാഗത്തുള്ളതിന് പടിഞ്ഞാറ് രേഖാംശങ്ങളെന്നും നമ്മൾ പറയുന്നു. അപ്പോൾ പാഠഭാഗത്തിന്റെ തുടക്കത്തിൽ പന്തിൽ പതിച്ച ചിത്രത്തിന്റെ സ്ഥാനം ഇനി നമുക്ക് കണ്ടെത്താൻ കഴിയുമോ? പന്തിലെ ചിത്രത്തിന്റെ സ്ഥാനം കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ ഇനി നമുക്ക് കഴിയും അല്ലേ? എവിടെയാണെന്ന് നോക്കിയിട്ട് ഏത് അക്ഷാംശം എന്നൊക്കെ നോക്കിയിട്ട് ഇന്ന ഡിഗ്രി കിഴക്ക്, ഇന്ന ഡിഗ്രി വടക്ക് എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഭൂമിയിൽ ഒരു സ്ഥലത്തിൻ്റെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുന്നത് അക്ഷാംശ രേഖകളെയും രേഖാംശ രേഖകളെയും അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ താഴെ കാണുന്ന ഭൂപടത്തിൽ നിന്നും ഇന്ത്യയുടെ സ്ഥാനം ഏതൊക്കെയെന്ന് നമുക്ക് അക്ഷാംശ രേഖാംശ രേഖകളുടെ അടിസ്ഥാനത്തിൽ നോക്കാം. അപ്പോൾ നമുക്കറിയാം ഏതാണ് അക്ഷാംശം. ഇങ്ങനെ കാണുന്ന അക്ഷാംശമാണ് അല്ലേ? ഇത് രേഖാംശമാണ്. ഇവിടെ നോക്കുന്ന സമയത്ത് 98 ഡിഗ്രി കിഴക്ക് ഇവിടെ നമുക്ക് കാണാം. ഇവിടെ നമുക്ക് 68 ഡിഗ്രി കിഴക്ക് കാണാം. ഇനി മുകളിലേക്ക് നോക്കുന്ന സമയത്ത്, അക്ഷാംശം നോക്കുന്ന സമയത്ത് 38 ഡിഗ്രി വടക്ക്, ഇവിടെ 8 ഡിഗ്രി വടക്ക് എന്നിവ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 8 ഡിഗ്രി വടക്കല്ല, മുകളിൽ നോക്കുമ്പോൾ 68 ഡിഗ്രി കിഴക്ക്, ഇവിടെ നോക്കുമ്പോൾ 98 ഡിഗ്രി കിഴക്ക്, ഇവിടെയും 98 ഡിഗ്രി കിഴക്ക്. ഓക്കെ അല്ലേ? അപ്പം ഇവിടെ വടക്ക്, ഇവിടെ പടിഞ്ഞാറെന്നൊന്നും പറയാത്ത ദിശ മാറാത്തത് കൊണ്ടാണ്. ദെൻ താഴെ തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. അപ്പോൾ നമുക്ക് എന്താ പറയാം, ഇന്ത്യ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? 8 ഡിഗ്രി വടക്കിനും 38 ഡിഗ്രി വടക്കിനും ഇടയിലായിട്ട്. ദെൻ രേഖാംശം നോക്കുമ്പോൾ 68 ഡിഗ്രി കിഴക്കിനും 98 ഡിഗ്രി കിഴക്കിനും ഇടയിൽ. ഇത് 68, ഇത് 98, ഇത് 38, ദെൻ ഇത് 8. അപ്പോൾ 38 ഡിഗ്രി വടക്കിനും 8 ഡിഗ്രി വടക്കിനും ഇടയിലും. ഇത് ഏതാണ് രേഖാംശം നോക്കുന്ന സമയത്ത് 38 ഡിഗ്രി വടക്കിനും 8 ഡിഗ്രി വടക്കിനും ഇടയിൽ. ഇനി അക്ഷാംശം നോക്കുമ്പോൾ 68 ഡിഗ്രി കിഴക്കിനും 98 ഡിഗ്രി കിഴക്കിനും ഇടയിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇതേപോലെ നേപ്പാളിൻ്റെയും USA ചൈനയുടെ ഒക്കെ സ്ഥാനം കണ്ടെത്താനാണ് നമുക്ക് ഇന്ത്യയുടേതാണ് പ്രധാനമായിട്ടും ചോദിക്കുന്നത്. സോ മറ്റേലേക്ക് വരുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അത് എന്ത് ചെയ്യാം, അതൊന്ന് ജസ്റ്റ് വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി രാത്രിയും പകലും എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ചിത്രം ശ്രദ്ധിക്കുക. ഭൂമിയിൽ ഏതാണ്ട് വിപരീത വശങ്ങളിലെ 2 സ്ഥലങ്ങളിൽ താമസിക്കുന്ന കുട്ടികളാണ് അലീനയും അമ്മുവും. കണ്ടോ, ഒന്ന് അലീനയും ഒന്ന് അമ്മുവാണ്. അലീന അമേരിക്കൻ ഐക്യനാടുകളിലെ കാലിഫോർണിയയിലും അമ്മു കേരളത്തിലും. ഗ്ലോബ് പരിശോധിച്ചാൽ ഈ സ്ഥലങ്ങൾ വിപരീത ദിശയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അമ്മു രാവിലെ സ്കൂളിലേക്ക് പോകുന്നു, അലീന രാത്രിയിൽ ഉറങ്ങുകയാണ്. കണ്ടില്ല, അമ്മു സ്കൂളിൽ പോകുന്ന സമയത്ത് ഇവിടെ അലീന ഉറങ്ങുകയാണ്. അപ്പോൾ അലീന രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോഴോ അമ്മുവിൻ്റെ നാട്ടിൽ രാത്രിയാവും, അമ്മു ഉറങ്ങുമായിരിക്കും. അപ്പോൾ ഭൂമിയുടെ ഒരു ഭാഗത്ത് പകൽ അനുഭവപ്പെടുമ്പോൾ നേരെ മറുഭാഗത്ത് രാത്രിയായിരിക്കും.
പകലും രാത്രിയും ഭൂമിയിൽ മാറി മാറി അനുഭവപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇപ്പോൾ ഇവിടെ ഗ്ലോബിൽ നമ്മളൊരു ടോർച്ച് അടിച്ച് നോക്കുന്ന സമയത്ത് ഈ ടോർച്ചിൻ്റെ പ്രകാശം പതിക്കുന്ന ഇത്രയും സ്ഥലങ്ങളുണ്ടല്ലോ, ഇവിടെയാണ് പ്രകാശം കിട്ടുക, മറ്റു ഭാഗത്ത് ഇരുട്ടായിരിക്കും അല്ലേ. ഇതുപോലെയാണ് സൂര്യൻ ഏത് ഭാഗത്താണോ പതിക്കുന്നത് അവിടെ പകലായിരിക്കും, അതിൻ്റെ എതിർഭാഗത്ത് ഇരുട്ടായിരിക്കും. ഇപ്പോൾ സൂര്യപ്രകാശമാണ് ഈ കാണുന്നത്, ഈ യെല്ലോ കളർ. ഇത് പതിക്കുന്ന ഇത്രയും ഭാഗത്ത് പകലും അത് കിട്ടാത്ത ഭാഗത്ത് രാത്രിയും ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ആ ചിത്രം വെക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് ആവശ്യമില്ല, നിങ്ങൾക്ക് അത് കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഇതുപോലെ തന്നെയാണ് ഭൂമിയിലും രാത്രിയും പകലും ഉണ്ടാകുന്നത്. ഭൂമിയുടെ പ്രകാശ സ്രോതസ് സൂര്യനാണ്. ഭൂമിക്ക് ഗോളാകൃതിയാണുള്ളത്. അപ്പോൾ ഭൂമി അതിന് അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നുവെന്നും നമുക്കറിയാം. ഭൂമി സ്വയം കറങ്ങുന്നതിനെ ഭ്രമണമെന്നും പഠിക്കുക. ഭൂമി സ്വയം കറങ്ങുന്നതിന് ഭ്രമണമെന്നും, ഭ്രമണം മൂലം സൂര്യന് അഭിമുഖമായി വരുന്ന ഭാഗം പ്രകാശിതമാകുന്നതിനാൽ പകൽ അനുഭവപ്പെടുന്നു. അപ്പോൾ പ്രകാശം കിട്ടുന്ന ഭാഗത്ത് പകലും മറുഭാഗത്ത് സൂര്യപ്രകാശം കിട്ടാത്തത് കൊണ്ട് അത് രാത്രിയാകുന്നു. അപ്പോൾ രാത്രിയും പകലും ഉണ്ടാകാനുള്ള കാരണം ഭ്രമണമാണ്, ഭൂമിയുടെ ഭ്രമണമാണ്. ഓക്കെ അല്ലേ? ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ എത്ര മണിക്കൂർ വേണം? 24 മണിക്കൂർ അല്ലേ? രാത്രിയും പകലും ചേർന്ന് 24 മണിക്കൂർ അല്ലേ? 24 മണിക്കൂറാണ് വേണ്ടത്. ദെൻ കുട്ടികളോട് ഒരു വർക്ക്ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്, ഭൂമിയുടെ അതേപോലെ ചന്ദ്രൻ എവിടെ, സൂര്യൻ എവിടെ എന്നൊക്കെ നോക്കിയിട്ട് ഭൂമിയിൽ ഏത് ഭാഗത്ത് പകലുണ്ടാകും, ഏത് ഭാഗത്ത് രാത്രിയാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സൂര്യപ്രകാശം എവിടം വരെ കിട്ടുന്നു ആ ഭാഗം വരെ പകലായിരിക്കും, അതിൻ്റെ മറുഭാഗം രാത്രിയായിരിക്കും അല്ലേ. ദെൻ ഉദയവും അസ്തമയവും. ഭൂമിയുടെ ഭ്രമണം മൂലമാണ് സൂര്യൻ്റെ സ്ഥാനം മാറുന്നതായി നമുക്ക് ദൃശ്യമാകുന്നത് അല്ലേ. ഭൂമി സ്വയം കറങ്ങുന്നത് കൊണ്ടാണ് സൂര്യൻ്റെ സ്ഥാനം മാറുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ മരങ്ങളും കെട്ടിടങ്ങളുമൊക്കെ എതിർദിശയിലേക്ക് സഞ്ചരിക്കുന്നതായി നമുക്ക് തോന്നാറില്ലേ? യഥാർത്ഥത്തിൽ അവ ചലിക്കുന്നുണ്ടോ? ഇതുപോലെയാണ് ഭൂമിയിൽ നിന്ന് വളരെ അകലെയായി സ്ഥിതി ചെയ്യുന്ന സൂര്യൻ കിഴക്കുദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് ദൃശ്യമാകുന്നത് അല്ലേ. യഥാർത്ഥത്തിൽ ഭൂമി കറങ്ങുകയാണ്, ആരല്ല, സൂര്യനല്ല. വണ്ടിയിലിരിക്കുന്ന സമയത്ത് നമ്മളാണ് യാത്ര ചെയ്യുന്നത്, പക്ഷെ നമുക്ക് തോന്നുന്നത് ചുറ്റുമുള്ള മരങ്ങൾ ഓടുന്നതായിട്ട് തോന്നും. ഇതേപോലെയാണ് ഭൂമി ചലിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സൂര്യൻ ഉദിക്കുന്നതായിട്ടും അസ്തമിക്കുന്നതായിട്ടും ഫീൽ ചെയ്യുന്നത്. മേശപ്പുറത്തിരിക്കുന്ന ഗ്ലോബിനെ ചിത്രത്തിൽ കാണുന്നത് പോലെ ഇടത് ഭാഗത്തു നിന്ന് വലത് ഭാഗത്തേക്ക് കറക്കൂ. ഇടത് ഭാഗം പടിഞ്ഞാറും വലത് ഭാഗം കിഴക്കുമാണെന്ന് സങ്കല്പിക്കൂ. ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ആയതിനാലാണ് സൂര്യൻ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നത്. അപ്പോൾ സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. അതിൻ്റെ കാരണം ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്. അപ്പോൾ ഭൂമി കറങ്ങുന്നത് പടിഞ്ഞാറ് നിന്ന് അല്ലേ, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭൂമി കറങ്ങുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. സൂര്യൻ കിഴക്കുദിക്കുന്നതായിട്ടും പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ടും നമുക്ക് ഫീൽ ചെയ്യുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭൂമിയുടെ ഭ്രമണം, സൂര്യൻ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. ഓക്കെ അല്ലേ? അല്ല, ഇവിടെ ഗ്ലോബിൽ കൊടുത്തിട്ടുണ്ട്. ഭൂമി കറങ്ങുന്നത് പടിഞ്ഞാറ്, ഈ ഭാഗത്ത് നിന്ന് കിഴക്ക്, ഇതാണ് പടിഞ്ഞാറ് അല്ലേ. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്, ഇങ്ങനെയാണ് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കറങ്ങുന്ന സമയത്ത് സൂര്യൻ്റെ കിഴക്ക് ഭാഗം, സൂര്യനെ നമ്മൾ എന്ത് ചെയ്യും, കിഴക്ക് ഭാഗത്ത് എത്തുമ്പോൾ നമ്മൾ കാണും അല്ലേ. പടിഞ്ഞാറ് ഭാഗത്ത് എത്തുമ്പോൾ സൂര്യനെ കാണില്ല. സോ അപ്പോൾ നമുക്ക് തോന്നും സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. ഇനി നിഴലിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നമുക്ക് സൂര്യൻ്റെ സ്ഥാനത്തിൻ്റെ വ്യത്യാസമൊക്കെ കാണാൻ പറ്റുമോ എന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടല്ലേ. ഇത് നട്ടുച്ചയായിരിക്കും, ഇത് രാവിലെ വൈകുന്നേരങ്ങളിലൊക്കെ നിഴൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും അല്ലേ. സോ മാറുന്ന കാലങ്ങൾ. ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിനെ ആധാരമാക്കി സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഭൂമി അച്ചുതണ്ടിൽ സ്വയം കറങ്ങുക മാത്രമല്ല, സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വലം വയ്ക്കലിനെ നമ്മൾ എന്ത് പറയുന്നു? പരിക്രമണം. അപ്പം ഭ്രമണവും പരിക്രമണവും പഠിച്ചു വെക്കുക. പരിക്രമണം, ഭൂമി എന്ത് ചെയ്യുന്നു? സൂര്യനെ വലം വയ്ക്കുന്നു. ഈ വലം വയ്ക്കുന്നതിന് പരിക്രമണം എന്നും ഭൂമി സ്വയം കറങ്ങുന്നതിനെ ഭ്രമണം എന്നും പറയുന്നു. അപ്പോൾ കാലവ്യത്യാസങ്ങൾ, നമ്മുടെ ഋതുക്കളൊക്കെ വരുന്നത് ഈ ഒരു പരിക്രമണം കാരണമാണ്. രാത്രി പകൽ ഉണ്ടാകുന്നത് ഭ്രമണം കാരണവും
കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നത് പരിക്രമണം കാരണവുമാണ്. ഒരു വർഷത്തിനുള്ളിൽ തന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് ചുറ്റിലും അനുഭവപ്പെടുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്കൂൾ വർഷാരംഭത്തോടെ മഴക്കാലം, ഇടയ്ക്കിടെ പെയ്യുന്ന മഴ 5-6 മാസം നീണ്ടു നിൽക്കുന്നു. പിന്നെ മെല്ലെ മെല്ലെ തണുപ്പ് വരുന്നു. അത് കഴിഞ്ഞ് ചൂട്, അത് കഴിഞ്ഞ് ഇല പൊഴിയുന്നു, പുഷ്പങ്ങൾ കായ്ക്കുന്നു. അങ്ങനെ കുറേ വ്യത്യാസങ്ങൾ വരികയാണ് അല്ലേ. ഇവിടെ വരൾച്ചയാണ്, ഇവിടെ ഇലകൾ പൊഴിയുകയാണ്, ഇവിടെ തണുപ്പ് വരികയാണ്. അങ്ങനെ ഓരോ നിശ്ചിത ഇടവേളകളിലും കാലാവസ്ഥ മാറി മാറി വരുന്നുണ്ട്. ഭൂമിയുടെ പരിക്രമണമാണ് നമ്മൾ ഇതിൻ്റെ കാരണമായിട്ട് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ സൗരയുധത്തിലെ എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ വലം വെക്കുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ അത് കൂടി കാണുക. നമ്മൾ SCERT സീരീസ് ഒരുപാട് ക്ലാസ്സുകൾ നമുക്ക് ഇതിനകം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു. എക്കണോമിക്സ് കംപ്ലീറ്റ് ചെയ്തു. ദെൻ ഇന്ത്യ ജോഗ്രഫി, കേരള ജോഗ്രഫി ഒക്കെ നമ്മൾ നോക്കി. ഇപ്പോൾ വേൾഡ് ജോഗ്രഫി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സയൻസിൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പിന്തുണയും നിങ്ങളുടെ സപ്പോർട്ടുമാണ് നമ്മളെ ആ ഒരു എനർജി നിലനിർത്താൻ സഹായിക്കുന്നത്. സോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അറിവിൽ പഠിക്കുന്നവരുണ്ട് എങ്കിൽ അവർക്ക് കൂടി ഇത് ഷെയർ ചെയ്ത് ചാനലിൻ്റെ വ്യൂസിനെയും സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, ഒരു പരിക്രമണം പൂർത്തിയാക്കുവാൻ ഭൂമിക്ക് എത്ര ദിവസങ്ങൾ വേണം? ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് എത്ര വേണം? ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 24 മണിക്കൂർ മതി എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. 24 മണിക്കൂർ മതി. എന്നാൽ ഒരു പരിക്രമണം എന്ന് പറയുന്നത് ഒരു വർഷം പൂർത്തിയാകാൻ എത്ര വേണം? ആ കാലയളവാണ്. അതിന് 365.25 ദിവസങ്ങളാണ് വേണ്ടത്. 365.25 ദിവസങ്ങളാണ് വേണ്ടത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു വർഷം എന്ന് പറയുന്നത്. 365.25 ദിനങ്ങൾ ചേരുന്നതാണ് ഒരു വർഷം അല്ലേ. ദെൻ എന്തൊരു വേഗം! ഒരു വിമാനത്തിൻ്റെ വേഗത എത്രയാണെന്ന് അറിയോ? മണിക്കൂറിൽ ഏകദേശം 560 കിലോമീറ്റർ ആണ് ഒരു വിമാനത്തിൻ്റെ വേഗത. എന്നാൽ മണിക്കൂറിൽ 96,000 അല്ലേ, 96,000 കിലോമീറ്റർ വേഗതയിലാണ് ഭൂമിയുടെ പരിക്രമണം. അപ്പോൾ ഭൂമിയുടെ പരിക്രമണം വേഗത എത്ര കിലോമീറ്റർ ആണെന്ന് പഠിച്ചു വെക്കുക. ദെൻ അധിവർഷം അഥവാ ലീപ്പ് ഇയർ. ഒരു പരിക്രമണം പൂർത്തിയാകാൻ 365.25 ദിനങ്ങൾ, 365 പിന്നെ ഒരു 1/4 ദിവസം കൂടി വേണ്ടി വരും. എന്നാൽ ഒരു വർഷത്തിൽ 365 ദിവസങ്ങളാണ് ഉള്ളത്. ബാക്കിയുള്ള 1/4 ദിവസം 4 വർഷങ്ങൾ കൂടുമ്പോൾ ഒരു പൂർണ്ണ ദിവസമായി പരിഗണിക്കുന്നു അല്ലേ. ദിവസം എന്ന് പറയുമ്പോൾ 24 മണിക്കൂർ ചേർന്നതാണല്ലോ. അപ്പോൾ 360.25 ഈ കാലുണ്ടല്ലോ, ഈ 4 കാലാവുമ്പോൾ ഒന്നാവുമല്ലോ. അങ്ങനെ ഒരു പൂർണ്ണ ദിവസമായി പരിഗണിക്കുന്നു. ഇങ്ങനെ ഓരോ 4ാമത്തെ വർഷത്തിലും 366 ദിവസങ്ങൾ ഉണ്ടാകും. അതാണ് അധിവർഷം. സാധാരണ 365 4 വർഷം കൂടുമ്പോൾ 4 കാലുകൾ ചേരുന്ന സമയത്ത് ഒന്നാകും. സോ ആ 4ാമത്തെ വർഷം വരുന്ന സമയത്ത് 366 ദിവസങ്ങളുണ്ടാകും. അതിനെയാണ് അതിവർഷം അഥവാ ലീപ്പ് ഇയർ വരുന്നത്. അപ്പോൾ നമുക്ക് ഫെബ്രുവരിയിലാണ് ആ ഒരു വ്യത്യാസം വരുന്നത്. ഫെബ്രുവരി 29 വരെ ഉണ്ടാവും അല്ലേ അത്തരം വർഷങ്ങളിൽ. ഞാൻ സൂര്യനെ ചുറ്റുന്നത് നിർത്തിയാൽ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ഭൂമി ചോദിക്കുകയാണ്. ഞാൻ സൂര്യനെ ചുറ്റുന്നത് നിർത്തി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കാലങ്ങൾ മാറില്ല അല്ലേ, കാലക്രമം മാറില്ല. അതുകൊണ്ടാണല്ലോ ഫെബ്രുവരി 29 ജനിച്ച എനിക്ക് 4 വർഷം കൂടുമ്പോൾ മാത്രം ജന്മദിനം ആഘോഷിക്കേണ്ടി വരുന്നതെന്ന് കുട്ടി എന്ത് ചെയ്യാണ്? അതിവർഷത്തെ ആലോചിച്ച് പറയുകയാണ് അല്ലേ, അതിവർഷത്തെ ആലോചിച്ച് പറയുകയാണ്. അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഫെബ്രുവരി 29 ബർത്ത്ഡേ ആയിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ദെൻ ഭൂമി എൻ്റെ ആജീവനാന്ത സുഹൃത്ത് എന്ന് പറഞ്ഞ ഒരു വർക്ക് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി കുട്ടികളോട് ഭൂമി നമ്മുടെ എല്ലാമാണ്, അതിനെ സംരക്ഷിക്കണമെന്ന രീതിയിൽ കുറച്ച് മെസ്സേജ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് അത്തരം വർക്ക് ഷീറ്റ്. അത് തൽക്കാലം നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ പറഞ്ഞത് ഭൂമിയുടെ സവിശേഷ ആകൃതി ജിയോയിഡ് എന്ന് പറയുന്നു. അക്ഷാംശരേഖകളും രേഖാംശരേഖകളും ഭൂകേന്ദ്രത്തിൽ നിന്നുള്ള കോണീയ അകലങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സാങ്കല്പികമായിട്ട് വരച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കോണുകളുടെ ഒരു 15 ഡിഗ്രി
മാറിയാണ് നമ്മൾ ഓരോ അക്ഷാംശവും രേഖാംശവും ഇങ്ങനെ വരയ്ക്കുന്നത് എന്ന് പഠിച്ചു. ദെൻ ഭൂമിയിൽ അക്ഷാംശ രേഖാംശ രേഖകളെ ഉപയോഗപ്പെടുത്തിയാണ് സ്ഥാനനിർണ്ണയം നടത്തുന്നത്. ഭ്രമണത്തിൻ്റെ ഫലമായി ദിനരാത്രങ്ങളും പരിക്രമണത്തിൻ്റെ ഫലമായി ഋതുക്കളും ഉണ്ടാകുന്നു എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഭൂമിയുടെ ആകൃതി, വലുപ്പം, ചലനങ്ങൾ. ഭൂമിയുടെ ആകൃതിയിൽ നമ്മൾ സാങ്കല്പികമായിട്ട് എന്ത് ചെയ്യാണ്, കുറച്ച് രേഖകൾ വരയ്ക്കുകയാണ്. അത് അക്ഷാംശവും രേഖാംശ രേഖകളുമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാനനിർണ്ണയം നമ്മൾ മനസ്സിലാക്കും. ഇനി ഭൂമിയുടെ ചലനം 2 രീതിയിലുണ്ട്. ഭ്രമണം, സ്വയം കറങ്ങുന്നത് ഭ്രമണം, സൂര്യനെ വലം വയ്ക്കുന്നത് പരിക്രമണം. ഭ്രമണം കാരണം രാത്രിയും പകലും ഉണ്ടാകുന്നു, പരിക്രമണം കാരണം കാലാവസ്ഥ ഉണ്ടാകുന്നു. ഓക്കെ അല്ലേ. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും.